ഒരു ഗാങ്സ്റ്റർ സിനിമയൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു പീക്ക് തിയേറ്ററിക്കൽ പടം മമ്മൂക്കയ്ക്ക് അനിവാര്യമാണ്. ഇപ്പൊ ഒരു സിനിമയുടെ സ്റ്റാർട്ടിങ് ടു ഒരു പാക്കപ്പ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി മൊത്തം ക്യൂബ്സിന്റെ അടിപൊളിയാണ്. ഒരു സിനിമ ക്യൂബ്സിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സിനിമ അവർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പീക്ക് മാർക്കറ്റിംഗ് അവർ ചെയ്യും. ഹായ് ഹലോ, കഥാൻ ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു അനൗൺസ്മെന്റ് ഇന്ന് സംഭവിച്ചു. യെസ്, ക്യൂബ്സ് എന്റർടൈൻമെന്റ് ആൻഡ് മമ്മൂട്ടി മൂവി. അപ്പൊ ഈ സിനിമയുടെ ഡയറക്ടർ ആരാണ്, എങ്ങനെയാണ് എന്നുള്ള ഒരുപാട് റൂമേഴ്സ് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. ആൻഡ് കുറച്ച് ദിവസം മുന്നേ ഇതിന്റെ എന്താ പറയാ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഷെരീഫ്, ആക്ച്വലി ഷെരീഫിനെ കുറിച്ച് പറയാനുണ്ട്. ഷെരീഫ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് വന്നത് തന്നെ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷമാണ്. മാർക്കോ ആണ് ആളുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ. എന്നാൽ കൂടെ ഒരുപാട് ഫാൻസ് ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് ആ ഒരു സിനിമയുടെ കൂടെ തന്നെ. ആൻഡ് ആളുടെ ഒരു പരിപാടി, അവരുടെ പ്രൊഡക്ഷൻ ടീമിന്റെ ഒരു പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനിമ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം അത് അവർക്ക് നന്നായിട്ട് അറിയാം. ഒരു ഒരു സിനിമയുടെ സ്റ്റാർട്ടിങ് ടു ഒരു പാക്കപ്പ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി മൊത്തം ക്യൂബ്സിന്റെ അടിപൊളിയാണ്. ഒരു സിനിമ ക്യൂബ്സിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സിനിമ അവർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പീക്ക് മാർക്കറ്റിംഗ് അവർ ചെയ്യും. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് മറ്റേ മാർക്കോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ദേ കാട്ടാളം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ആ സിനിമയുടെ ഓരോ ദിവസത്തെ അപ്ഡേറ്റ് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് അതന്നെ ഒരു സിനിമേനെ ഭയങ്കരമായിട്ട് ലൈവായിട്ട് നിർത്തും. അപ്പൊ ആൾക്കാർക്ക് എന്താ, ഇങ്ങനത്തെ ഒരു സിനിമ വരുന്നുണ്ട് എന്നുള്ള ഭയങ്കര നോളേജ് ഉണ്ടാവും. അപ്പൊ ഈ സിനിമ എന്നിറങ്ങും, കറക്റ്റ് ഇൻഫർമേഷൻ കറക്റ്റ് ടൈമിൽ അവർ കൊടുക്കും. അപ്പോ ഭയങ്കരമായിട്ട് ഒരു 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 ഇങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ ടീമിൽ മമ്മൂക്കയുടെ സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. കാരണം മമ്മൂക്കയുടെ സിനിമകൾക്കൊന്നും പൊതുവെ ഭയങ്കര രീതിയിലുള്ള പ്രൊമോഷൻ ഒന്നും കിട്ടാറില്ല. അപ്പോൾ ഈ ഒരു പ്രൊഡ്യൂസറിന്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അവർ മാക്സിമം അത് യൂസ് ചെയ്യുന്നുള്ള 100% ഷുവറാണ്. അപ്പോൾ ഷെരീഫ് മുഹമ്മദ് ഇപ്പൊ അടുത്ത് മമ്മൂക്കയുടെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഒരു കൊളാബറേഷൻ ഇൻടു ക്യൂബ്സ് എന്ന് പറഞ്ഞ ഒരു കൊളാബറേഷൻ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് മുതലേ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ റൂമേഴ്സും എക്സൈറ്റ്മെന്റ്സ് ആയിരുന്നു. അമൽ നീരദ് പ്രൊജക്ട് ആണോ, ഖാലിദ് റഹ്മാൻ പ്രൊജക്ട് ആണോ, വേറെ ഒരുപാട് പേരുകൾ വന്നിരുന്നു കേട്ടോ. ഞാനും ഭയങ്കരമായിട്ട് കാത്തിരുന്നത് ആരുടെ സിനിമയായിരിക്കും വരുന്നുണ്ടാവുക എന്നുള്ളത്. ആൻഡ് ഇപ്പൊ 2-3 ദിവസമായിട്ട് ഖാലിദ് റഹ്മാൻ മമ്മൂട്ടി സിനിമയെ കുറിച്ച് ഭയങ്കരമായിട്ട് റൂമേഴ്സ് വന്നു. ആൻഡ് യെസ്, ദിസ് ഇസ് ഖാലിദ് റഹ്മാൻ മമ്മൂട്ടി ആൻഡ് ക്യൂബ്സ് എന്റർടൈൻമെന്റ് മൂവി. ഇതൊരു പക്ക ഗാങ്സ്റ്റർ പടാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ആൻഡ് അവർ ആ പോസ്റ്ററിൽ തന്നെ ഗണ്ണൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് പോസ്റ്ററിന്റെ കൂടെ തന്നെ അവരൊരു ഒരു പോസ്റ്റർ റിവീലിംഗ് വീഡിയോ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. നമുക്കതൊന്ന് ജസ്റ്റ് കണ്ടോക്കാം, എന്നിട്ട് നമുക്ക് പറയാം. ഒരു അടിപൊളി പരിപാടിയാണ്. ആക്ച്വലി ഒരു പോസ്റ്റർ റിലീസ് ചെയ്യുന്നതിന് പകരം ഒരു 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 ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഈ ഒരു ജസ്റ്റ് ഒരു അനൗൺസ്മെന്റ് പോസ്റ്ററിന് ഒരു വീഡിയോ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് ഒക്കെ എന്തായിരിക്കും എന്നുള്ളത്. ജസ്റ്റ് ഈ ഒരു സിനിമ വരാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റ് മാത്രമാണത്. അതിന് ഇത്രയും പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഇവര് ഇതിന്റെ ഫസ്റ്റ് ലുക്ക്, ഇതിന്റെ ടീസർ, ഈ സിനിമ ഇറക്കുമ്പോൾ ഇവർ എന്തോരം പരിപാടി ചെയ്യുന്നില്ല. ഒന്നാമത് മമ്മൂക്കേനെ പോലത്തെ ഒരു സീനിയർ ആക്ടറിനെ കൈ കിട്ടുന്ന സമയത്ത് അതിന്റെ പീക്ക് ലെവൽ പ്രൊമോഷൻ അവർക്ക് ചെയ്യാൻ പറ്റും ക്യൂബ്സിന്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഷെരീഫ് മുഹമ്മദ് ആ ഒരു പോസ്റ്റർ ഇട്ടതിന് ശേഷം വീണ്ടും ഭീഷ്മപർവത്തിലാണ് തോന്നുന്നത് ഏതൊരു സീൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളത്രയും ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ വരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ തന്നെ അന്ന് മുതലേ ഇങ്ങനെ ഒരു പ്രൊമോഷൻ പോലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ന് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗാങ്സ്റ്റർ പടമായിരിക്കും എന്നുള്ള രീതിയിലാണ് വരുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇതിലാണ് തോന്നുന്നു ഒരുപാട് റൂമേഴ്സ് ഉണ്ട് നെസ്ലൻ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് ഒരുപാട് വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ഇനി കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ചിലപ്പോൾ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ റിലീസ് തന്നെ മിക്കവാറും 2027 അത് മിക്കവാറും നല്ല 100% അങ്ങനെ തന്നെയാ. കാരണം 2026 പകുതിയൊക്കെ കഴിഞ്ഞിട്ടേ ഈ സിനിമയുടെ ഷൂട്ട് തന്നെ തുടങ്ങാൻ ചാൻസ് ഉള്ളൂ. കാരണം മമ്മൂക്കയ്ക്ക് ഒരുപാട് സിനിമകൾ വേറെയും ഷൂട്ടിംഗ് പെൻഡിങ് കിടക്കുന്നുണ്ട്. പെൻഡിങ് എന്നല്ല, ഷൂട്ടിങ്ങിനായിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ അടുത്ത എനിക്ക് തോന്നുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിതീഷ് അങ്ങനെ തന്നെ തോന്നുന്നു, നിതീഷ് സഹദേവന്റെ ഒരു പടം വരുന്നുണ്ട്. അതും ഒരു ലോക്കൽ ഗാങ്സ്റ്റർ പടമാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ആൻഡ് തിയേറ്ററിൽ വെച്ചിട്ട് ഒരു കിടിലൻ പരിപാടി ലോഡിംഗ് ആണ് എന്നുള്ളതാണ് പറയണത്. അപ്പൊ ആ സിനിമയുടെ ഷൂട്ടും കഴിഞ്ഞ് പിന്നെ ഇനി അതിന്റെ ഇടയിലാണോ അറിയില്ല, നമ്മുടെ
ഡയറക്ടർ രഞ്ജിത്തിന്റെ ഒരു സിനിമയില് ബ്ലാക്കിലെ ഷൺമുഖന്റെ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പൊ അത് ഏകദേശം കൺഫേംഡ് ആണ് ട്ടോ. ഏകദേശം അല്ല കൺഫേംഡ് ആണ്. അപ്പൊ ആ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞിട്ടേ ഈ ഒരു സിനിമയിലേക്ക് വരണ്ടാവും. അപ്പൊ ഒരുപാട് ടൈം കഴിഞ്ഞിട്ടാണ് എന്താ പറയാ ഷൂട്ടിംഗ് പോലും തുടങ്ങാൻ ഉള്ളൊരു ചാൻസ് ഉള്ളൂ. അപ്പൊ ആദ്യം ഇപ്പൊ കാട്ടാളം എന്ന് പറഞ്ഞ സിനിമയുടെ ഫുൾ പരിപാടി കഴിഞ്ഞിട്ട് അവര് കംപ്ലീറ്റ് ഇതിലേക്ക് വരണ്ടാവും. അപ്പൊ ഒരുപാട് ടൈം ഉണ്ട്. അപ്പൊ അങ്ങനെ മെല്ലെ മെല്ലെ അപ്ഡേറ്റ്സ് അവർ തന്നുകൊണ്ടിരിക്കും. ആൻഡ് ഉറപ്പായിട്ടും ഫാൻസിന് ഇങ്ങനെ ലൈവായിട്ട് വെക്കാനുള്ള എല്ലാ പരിപാടിയും ഷെരീഫ് മുഹമ്മദ് ആൻഡ് ടീം ചെയ്യുമെന്നുള്ളത് 100% ഷുവറാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഹാപ്പി. ആ മാർക്കോ ഇറങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് അപ്പോഴും റൂമേഴ്സ് ഉണ്ടായിരുന്നു. ലോർഡ് മാർക്കോ ആയിട്ട് മമ്മൂക്കയാണ് വരുന്നതെന്നുള്ളത്. അപ്പൊ അന്ന് മുതലേ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചായിരുന്നു. ഈ ഒരു പ്രൊഡക്ഷൻ ടീമിന്റെ കയ്യിലൊക്കെ മമ്മൂക്കയ്ക്ക് ഐ മീൻ ഈ ഒരു പ്രൊഡക്ഷൻ ടീമിന്റെ കയ്യിൽ മമ്മൂക്കേനെ കിട്ടി ഒരു പടം വരണ്ടെന്നുണ്ടെങ്കിൽ അത് പീക്ക് ആയിരിക്കും എന്നുള്ളത്. ആൻഡ് ഷെരീഫ് മാർക്കോന്റെ ടൈമിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡ്രീം പ്രൊജക്ട് മമ്മൂക്കേനെ വെച്ച് ചെയ്യാനുള്ള ഒരു ഡ്രീം പ്രൊജക്ട് ഉണ്ടെന്നുള്ളത്. ഇനി അതാണോ ഇത് എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും ആ ഒരു പ്രൊഡക്ഷൻ ടീം മമ്മൂട്ടി പ്ലസ് കാലിദ്രാമനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓരോ സിനിമകൾ കഴിയുമ്പോഴും അയാൾ ഓരോ രീതിയിലാണ് അതിന്റെ മേക്കിംഗ് സ്റ്റൈൽ കൊണ്ടും ആ ഒരു സിനിമേനെ വേറെ ലെവലിലേക്ക് എത്തിക്കണം. ഇപ്പൊ ലാസ്റ്റ് വന്ന സിനിമയാവട്ടെ, അല്ലാണ്ട് മറ്റേ തല്ലുമാലാവട്ടെ, എല്ലാം കൊണ്ടും ആളുടെ മേക്കിംഗ് പരിപാടി പീക്ക് ലെവലിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ഇതിലേക്ക് വരുമ്പോഴും ഒരു പ്രത്യേക സ്റ്റൈലിൽ പ്രത്യേക രീതിയിലുള്ള സിനിമ ആവും എന്ന് വിചാരിക്കണം. യെസ്, ഒരു ഗാങ്സ്റ്റർ സിനിമയൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പീക്ക് തിയേറ്ററിക്കൽ പടം മമ്മൂക്കയ്ക്ക് അനിവാര്യമാണ്. ഇപ്പൊ അതെന്താ വെച്ചാൽ ഇപ്പൊ ഒരുപാട് എക്സ്പെരിമെന്റൽ സിനിമ, ഒരുപാട് മമ്മൂക്ക എന്ന് പറയുന്ന ആള് നമുക്കറിയാം, ഒരു സ്റ്റാർ വാല്യൂ മാത്രം നോക്കാതെ സാധാ രീതിയിലുള്ള സിനിമകളും ചെയ്തു പോണ ഒരു നല്ല ആക്ടറാണ്. അപ്പൊ ഫാൻസിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് മമ്മൂക്കയുടെ ഒരു 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 സ്റ്റാർഡം ഇങ്ങനെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ മസ്റ്റ് ആയിട്ടും വേണം. ഞാൻ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അപ്പോ അങ്ങനത്തെ ഒരു സിനിമ ആവട്ടെ. ആൻഡ് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.